ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാഗം കിച്ചൺസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി കാന്താരി മുളക് അച്ചാറാണ്. നമുക്ക് കുറേ കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് കാന്താരി മുളക്. കൊളസ്ട്രോള്, ഷുഗർ, പല കാര്യങ്ങൾക്ക് അടിപൊളിയാണ് കാന്താരി മുളക്. അതിന് നമ്മൾ അടുപ്പത്ത് പാൻ വെക്കുന്നു. പാൻ ചൂടായതിനു ശേഷം നമ്മൾ നല്ല അടിപൊളി നല്ലെണ്ണ ഇട്ടിട്ട് നല്ലെണ്ണ ചൂടായതിനു ശേഷം കാന്താരി മുളക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് ഈ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. കണ്ട, നല്ല നാടൻ കാന്താരി മുളകാണ്. ഡയറക്റ്റ് പോയി ഞാൻ പറിച്ചെടുത്താണ്. അടിപൊളി കാന്താരിയാണ്, നാടനാണ്, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. നമുക്കിങ്ങനെ കോരി നമ്മളിങ്ങനെ അരിപ്പ് വെച്ചിട്ട് കോരി നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് കോരി ഓരോന്നായിട്ട് എണ്ണ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി പോയിക്കോളും. ഈ എണ്ണ വെച്ച് തന്നെ നമുക്ക് അടുത്ത കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാന്താരി മുളക് അച്ചാർ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എരിവായിരിക്കും. ഒട്ടും എരിവില്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കോരിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പഴയ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് നന്നായിട്ട് പൊട്ടി വരണം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊരു അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യണം. വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ച് ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ച് ഇട്ട് കൊടുക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യണം. അതിനുശേഷം ഇഞ്ചി നമുക്ക് ആവശ്യത്തിന് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില നമ്മളൊരു ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നു. നല്ലൊരു ബ്രൗൺ കളർ വന്ന വരെ നമ്മളിങ്ങനെ വാട്ടിയെടുക്കണം. ബ്രൗൺ കളറൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും ഇടാം. എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മറ്റേ മുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്തു. അച്ചാർ പൊടി ഉണ്ടെങ്കിൽ കുറച്ച് അച്ചാർ പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കണം. നല്ലൊരു പരുവത്തിൽ വരും. കണ്ടോ, ഇപ്പോൾ നല്ലോണം ഇതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വാളംപുളി നമ്മൾ ഒരു വലിപ്പത്തിൽ നമ്മൾ വാളംപുളി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി സംഭവം, ടേസ്റ്റ്. ഇതിൽ നമുക്ക് ഈ അച്ചാറിന് പ്രത്യേക ടേസ്റ്റ് കിട്ടും. നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ അടിപൊളിയായിരിക്കും. ഞങ്ങൾ ടൂർ പോകാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു, ഒട്ടും ബാലൻസ് ഒന്നുമില്ല, എല്ലാവരും കഴിച്ചു. അതിന് നമ്മൾ ശർക്കര കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പും മറ്റേ മുളകും അതിൻ്റെയൊക്കെ ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ് ശർക്കര ചേർത്തത്. ഇതുകൊണ്ട് ചേർക്കുമ്പോൾ നല്ല എരിവൊക്കെ പോയി നല്ല സൂപ്പറായി കിട്ടും. അങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന കാന്താരി മുളക്, ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാന്താരി മുളക് അതിലേക്ക് അങ്ങോട്ട് കൊടുത്താലല്ലേ വായിൽ നിന്ന് അങ്ങോട്ട് വെള്ളം വരും. എന്നിട്ട് നമ്മളങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. വേണ്ട, അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ട് തിളപ്പിക്കുക. നമുക്ക് കായം ഉണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടി അതിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് തൂവുക. വേണ്ട, കായ ആവശ്യത്തിന് തൂക്കി കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് വരുന്നത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഞങ്ങൾ ടൂർ പോയ എല്ലാവരും, ഫാമിലി ടൂറായിരുന്നു, എല്ലാവരും ഇത് കഴിച്ചു. അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത്. കണ്ട, അതിനുശേഷം നമ്മളൊരു 3 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കും. നമ്മുടെ അച്ചാർ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.